ഹലോ. ഹലോ ആൻഡ്രൂ. യെസ് വേദാന്ത്. നിങ്ങളുടെ 60% ഡീൽ എനിക്ക് ഓക്കെയാണ്. പക്ഷെ പകരമായിട്ട് എനിക്കൊരു ഫേവർ വേണം. എന്ത് ഫേവർ? പുതിയതായി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങളൊരാളെ ഹയർ ചെയ്തിട്ടില്ലേ? യെസ് അമൂല്യ. അവള് തന്നെ, അമൂല്യ. അവക്ക് ആ ജോലി കിട്ടരുത്. അമ്മ എന്നെ എത്ര വേണമെങ്കിലും വഴക്കു പറഞ്ഞു, ഞാൻ കേട്ടോളാം. എന്നാൽ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകരുതെന്ന് മാത്രം പറയല്ലേ. വേണ്ട മോളെ, നീ അവർക്ക് കൊടുത്ത ബഹുമാനം തന്നെ മതി. അവിടെ പോയി നീ വീണ്ടും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അമ്മ ഈ പറയുന്നതിൽ ഒരു തെറ്റും പറയാനില്ല അമ്മേ. തെറ്റെല്ലാം എന്റേതാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഞാനാ. ഇത് നിനക്ക് ഇപ്പോൾ മനസ്സിലായിട്ട് എന്താ പ്രയോജനം? നടക്കാൻ പാടില്ലാത്തതെല്ലാം നടന്നില്ലേ? അതെ അമ്മേ, ഇനിയും അതെല്ലാം മുന്നോട്ട് പോകാൻ പാടില്ലെന്നാണ് എന്റെ ഉദ്ദേശം. നീ എന്താ ഈ പറയുന്നേ? അമ്മേ, ഞാൻ നാളെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോണോന്ന് പറയുന്നത് ഒരു ദുരുദ്ദേശവും കൊണ്ടല്ല, സോറി ചോദിക്കാനാണ് അമ്മേ. സോറി ചോദിക്കാനോ? അതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണ ദിവസം ഞാൻ വെറുതെ എടുത്തു ചാടി. എന്റെ തലയിൽ വെറും ചീത്ത ആലോചനകൾ മാത്രമായിരുന്നു. അതിനെല്ലാം കൂടി കുഞ്ഞമ്മയുടെ കാലിൽ വീണ് ക്ഷമ ചോദിക്കണമെന്ന് കരുതുന്നുണ്ട്. സരിക, നീ സത്യമാണോ ഈ പറയുന്നേ? നിന്റെ കുഞ്ഞമ്മയോട് നീ ക്ഷമ ചോദിക്കോ? ഞാൻ ചെയ്ത കാര്യം കാരണം അമ്മയ്ക്ക് എത്രമാത്രം വിഷമുണ്ടായി കാണുമെന്ന് എനിക്ക് ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത് അമ്മ. എനിക്ക് അമ്മയുടെ കണ്ണുനീര് കാണാൻ വയ്യ അമ്മ. ദൈവത്തിനാണ് ഞാൻ സോറി ചോദിക്കാം. ഇപ്പോഴെനിക്ക് ശരിക്കും സമാധാനായത്. എന്തായാലും നിനക്ക് സോറി പറയണമെന്ന് തോന്നിയല്ലോ. ശരിക്കും നീ ക്ഷമ ചോദിക്കുമല്ലോ അല്ലേ? ഈ ബുദ്ധി നിനക്ക് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നല്ലോ മോളെ. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? എന്തിനാ എങ്ങനെയെന്നൊന്നും ചോദിക്കല്ലേ അമ്മേ. തെറ്റ് നടന്നതിന് ശേഷമാണ് എനിക്കും തെറ്റ് മനസ്സിലായത്. ഞാൻ ചെയ്തത് മോശമായി പോയിന്ന് എനിക്കറിയാം. എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കൂ അമ്മേ. എന്ത് നല്ല കുട്ടിയെ മോളെ നീ. ഇപ്പോഴെനിക്ക് സമാധാനായത്. നീ എടുത്തു ചാടി വലിയൊരു തെറ്റ് ചെയ്തു. ഒന്നും ആലോചിക്കണ്ട. പ്രേമിക്ക് നീ എന്ന് വെച്ച ഒരുപാട് ഇഷ്ട. നീ അവളോട് സോറി പറഞ്ഞ അവൾ ഉറപ്പായി നിന്നോട് ക്ഷമിക്കും. അമ്മായി, ഇപ്പോഴെല്ലാം ശരിയായല്ലോ അല്ലേ? ഇനിയെങ്കിലും ആഹാരം കഴിക്കാമോ? ഞാൻ ഉറപ്പായിട്ടും കഴിക്കും. എന്റെ മോള് വീണ്ടും ഇതുപോലെ എടുത്തു ചാടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് കരുതി. എന്നാ എന്റെ ചിന്തയേക്കാൾ ഒരുപാട് മാറിപ്പോയി മോളെ നീ. സമാധാനിപ്പിക്കാനല്ല പോകുന്നത്, പകരം എന്നേക്കുമായി ആ വീട്ടുകാരുടെ മനസ്സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയാ. ഞാൻ എന്തോ ഒരു തമാശ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ കരഞ്ഞു തുടങ്ങി. അതിനർത്ഥം നിങ്ങൾക്കും എന്നോട് ഫീലിങ്സ് ഉണ്ടെന്നല്ലേ? ഐ ലവ് യു ആരതി. എനിക്ക് നിന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. വെറുതെ വിടില്ലടാ ഞാൻ നിന്നെ മാത്രം ഞാൻ വെറുതെ വിടില്ല. ഇതെന്താ തമാശയാണോ? ഇനി ഒരിക്കൽ കൂടെ നിന്നെ അങ്ങാനും കണ്ട നിന്നെ ഞാൻ കൊന്നുകളയും. അമ്മു, എടി അമ്മു, എന്തു പറ്റി നിനക്ക്?
ചേച്ചി? ആരെയാ നീ കൊല്ലാൻ പോകുന്നത്? എന്താ പറ്റിയേ? ഭ്രാന്തായെന്ന് തോന്നുന്നു. ഇതൊന്നും നല്ല ലക്ഷണങ്ങളല്ല. എനിക്ക് എന്തോ ഡൗട്ട് തോന്നുന്നു. എന്തായാലും ഒരു തവണ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അതിഥി, നീ ഒന്ന് ചുമ്മാതിരുന്നേ, വെറുതെ അതൊന്നും പറയാതെ. അമ്മു, എന്താ പറ്റിയ നിനക്ക്? സ്വപ്നം കണ്ടോ? ആരെ പറ്റിയ നീ സ്വപ്നം കണ്ടേ? വേറെ ആരെ പറ്റിയാ? ആ ഇഞ്ചി കടിച്ച കൊരങ്ങനില്ലേ, അഹങ്കാരി, അവനെ പറ്റി തന്നെയാ. വേദാന്തിനെ പറ്റിയോ? അതിന് അവനെന്താ നിന്നെ ചെയ്തേ? എന്താ കാരണമൊന്നും എനിക്ക് അറിയില്ല ചേച്ചി. പക്ഷെ എല്ലാത്തിനും കാരണം അവൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാ. ചുറ്റി വളച്ച കാര്യം പറയുന്നത് എന്ത് കാരണോ? മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റുമോ? ഒരു മാനേഴ്സും ഇല്ലാത്തൊരു പെണ്ണ്. എന്നോട് സോറി പറഞ്ഞാ ഫോൺ തരും, ഇല്ലെങ്കിൽ ഫോൺ തരില്ല. കള്ളസാക്ഷി പറഞ്ഞ് ഞാൻ അപമാനിച്ചതിന് ഐ ആം സോറി. ലിഫ്റ്റിൽ വെച്ച് ഞാൻ അവനെ ശരിക്കൊരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. എന്നാ എന്റെ സ്കീം എനിക്ക് തന്നെ പണിയായോ എന്നൊരു സംശയം. അതെയോ? അതെങ്ങനെ? ഇന്റർവ്യൂ അടിപൊളിയായിരുന്നു. എല്ലാരും എന്നെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ജോലി ഉറപ്പായതുപോലെയാ സംസാരിച്ചതൊക്കെ. എന്നിട്ട് വൈകിട്ട് വിളിച്ചിട്ട് ഒരു കാരണമില്ലാതെ ബോസ് ജോലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഐ ആം സോറി എന്നങ്ങ് പറഞ്ഞ് അവര് തീർത്തു. അതിനും വേദാന്തിനും തമ്മിൽ എന്ത് ബന്ധമുള്ളത് അമ്മു? അവനായിരിക്കും ഇതിനൊക്കെ കാരണം. ആ ഇഞ്ചി കടിച്ച് കൊരങ്ങൻ തന്ന പണിയാ ഇതൊക്കെ. അതെങ്ങനെ സംഭവിക്കാനാ? എനിക്ക് എവിടെയോ ലോജിക്ക് മിസ്സാവുന്നുണ്ട്. എന്നാൽ എനിക്കൊരു മിസ്സും അടിക്കുന്നില്ല. വഴക്കുണ്ടാക്കിയതിനിടയ്ക്ക് ഞാൻ ജോലി കിട്ടിയ കാര്യം അറിയാതെ പറഞ്ഞായിരുന്നു അവനോട്. അത് കേട്ടിട്ടാണെങ്കിൽ അവൻ ഭയങ്കര ചിരി. നടന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് നോക്കുമ്പോ എന്തോ ഒരു ലിങ്ക് ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോ ഇതെല്ലാം ആ കൊരങ്ങന്റെ പണി തന്നെയാ. അവര് വീട്ടുകാരെല്ലാവരും പണക്കാരല്ലേ? അവർക്കൊക്കെ പണത്തിന്റെ അഹങ്കാരമാ ചേച്ചി. ക്യാഷ് ഉള്ളവരെല്ലാം അങ്ങനെ ആയിരിക്കില്ല അഞ്ജു. ഒന്ന് മിണ്ടാരി ചേച്ചി. എല്ലാരും അങ്ങനെയാ. അവരുടെ ബുദ്ധി അത്ര തന്നെ. ആവശ്യമുള്ളപ്പോ അവര് നല്ലവരെ പോലെ അഭിനയിക്കും. ആവശ്യം കഴിയുമ്പോൾ അവരുടെ ശരിയായിട്ടുള്ള മുഖം പുറത്തു വരുന്നേ. നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല. ആ ശാരിക തന്നെ കാശ് വന്നതിന് ശേഷം സ്വഭാവം മാറി എന്തൊരു അഹങ്കാരാ കാണിക്കുന്നേ. അങ്ങനെയുള്ളപ്പോ വായിൽ സ്വർണ്ണക്കരണ്ടി കെട്ടി ജനിച്ച വിക്കിയുടെ കാര്യോ? ഇനി ഒരു തവണ കൂടെ ഞാൻ അവനെ എന്റെ കൺമുന്നിൽ കണ്ട് അവനെ ഞാൻ ഇടിക്കും. പന്നി, പട്ടി, ദുഷ്ടൻ. എടി, കിടക്കാൻ നോക്കി. അഞ്ജു, ഒന്ന് മാറി കിടക്കടി. വേർക്കുന്നു. ഇന്ന് ഉറക്കം വരത്തില്ല. രാത്രി നീ എന്നെ ചവിട്ടോ വല്ലതും ചെയ്താ ഭിത്തിത്തേക്ക് ഞാൻ നിന്നെ പറഞ്ഞേക്കാം. അപ്പൊ നീ എപ്പോഴും എന്റെ മേൽ കാലിടാനുള്ളതാണല്ലോ. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. ഈയിടയ്ക്കല്ലേ കല്യാണം കഴിഞ്ഞത്, വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട്. ബൈ ദ വേ, ഹണിമൂൺ എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? നിങ്ങൾ പ്ലേസ് ഡിസൈഡ് ചെയ്യേ, ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ഏറ്റു. വെറുതെ ഇരിക്കും ചേട്ടാ. എന്ത് ഹണിമൂൺ? ഇത് ഞാൻ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് ടൈമില്ലെന്നാ പറയുന്നത്. ദാറ്റ്സ് ഗ്രേറ്റ് സിദ്ധാർത്ഥ്. മോളെ, ഹണിമൂൺ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പോകാൻ പറ്റും. എന്നാ ബിസിനസ് നിങ്ങൾ കറക്റ്റ് സമയത്ത് തുടങ്ങണം. ഗുഡ് സിദ്ധാർത്ഥ്. ഒരിക്കൽ കൂടി പറയൂളോട്. ചുമ്മാതിരിക്കേട്ടാ, നീ ഒരാൾ കൂടി ഉണ്ടായിരുന്നോളൂ ഇവന് സപ്പോർട്ടിന്. അല്ല ഇനി മുതുക്കനായിട്ടാണോ ഹണിമൂണിന് പോകുന്നത്? ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇവളുടെ പേരില്ല. ആദ്യ ഓർഗാനിക്സ് എന്റെ ഡ്രീം പ്രോജക്റ്റാ. ആക്ച്വലി അതിനെപ്പറ്റി പറയാനാ ഞാൻ ഇവിടെ വരെ വന്നേ. ദാറ്റ്സ് എക്സലന്റ് സിദ്ധാർത്ഥ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി മുൻപ് സംസാരിച്ചിട്ടില്ലേ? യാ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ പ്രൊജക്ടിനൊരു ജീവൻ വന്നേ. ഇനീഷ്യലി നിങ്ങളുടെ ഓഫീസിലെ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രോജക്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തി മാറാവുന്നതാണ്. നോ പ്രോബ്ലം സിദ്ധാർത്ഥ്. സ്റ്റാർട്ടപ്പിനെ എൻകറേജ് ചെയ്യുന്നതാണ് എന്റെ ജോലി. ഡോണ്ട് വറി, നിങ്ങളെ വർക്കേഴ്സിനെ ജോലി ചെയ്യാനുള്ള സ്പേസ് ഞാൻ കൊടുത്തോളാം. താങ്ക് യു വേദാന്ത്. അതില് ഒരേ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലമോ? എന്താ അത്? ഈ ഓർഗാനിക് ഫ്രൂട്ട്സ് ആൻഡ് ഓർഗാനിക് വെജിറ്റബിൾസിന് അത് പിന്നെ ലേഡീസിന് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ലേഡീസിനെ തന്നെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ
ചേട്ടാ സിദ്ധാർത്ഥ ഈ പ്രൊജക്ടിനെ പറ്റി ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട്. പ്ലീസ് ചേട്ടാ, ചേട്ടാ പ്ലീസ്. വേറെ വഴിയില്ലാത്തോണ്ടാ. ഇത് ആണുങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇല്ലെന്ന് പറയല്ലേ ഏട്ടാ. എനിക്ക് ഇന്ററാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അത് തീർച്ചയായിട്ടും. അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം. അതൊന്നും ഓർത്ത് ഇനി ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഡൺ. താങ്ക് യു വേദ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? ബൈ ഏട്ടാ. See you again. ഓക്കെ. See you, Siddharth. Bye. ഹലോ, ഞാൻ ഐസ്ക്രീം പാർലറല്ല. ലൊക്കേഷൻ അയക്കാം, ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. വെല്ലിമ, വെല്ലിമ. ചേട്ടാ, ചേട്ടത്തി. ചേട്ടാ സുഖാണോ? എടുത്തി സുഖാണോ? എന്താ ചേട്ടാ ഇത്? ചോദിക്കാതെ പറയാതെ എൻട്രി ആണല്ലോ. ശരിക്കും ഉള്ളതാണോ? ഞങ്ങൾ ആരും അത് എക്സ്പെക്ടേ ചെയ്തില്ല. ഹേയ്, ഒന്ന് നിർത്തിക്കേ ഒരു നിമിഷം. എപ്പോഴും ചോദ്യം ചോദിക്കൽ മാത്രമായി ഉത്തരം പറയാൻ ഒരു അവസരം എന്താ? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അതെയാ സിദ്ധാർത്ഥ്, നിങ്ങൾ ഇരുവരും വന്നെന്ന് പറയുമ്പോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒന്ന് പറഞ്ഞിട്ട് വരണ്ടേ? ഞാനിവിടെ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. അങ്ങനൊന്നും വേണ്ടാത്തോണ്ടാണ് ഞങ്ങൾ ആരോടൊന്നും പറയാതെ സർപ്രൈസ് ആയിട്ട് വന്നത്. ആയിക്കോട്ടെ, വന്ന എന്തായാലും നന്നായി. അതുപോട്ടെ, നിങ്ങൾ വന്ന കാറിന്റെ സൗണ്ട് കേട്ടതേ ഇല്ലല്ലോ. കേറി വാ മോളെ. കുഞ്ഞമ്മേ, എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കൂ. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാ. അയ്യോ, എണീക്ക് മോളെ. ഞാൻ പെരുമാറിയ രീതി കാരണം നിങ്ങളുടെ മനസ്സിന് ഒരുപാട് വിഷമമുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി കുഞ്ഞമ്മേ. എന്റെ ബുദ്ധിക്ക് അത് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഒരുപാട് തെറ്റായ രീതിയിലാണ് ഞാൻ പെരുമാറിയത്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ കുഞ്ഞമ്മേ. ഒരുപാട് ദേഷ്യമാണെങ്കിൽ എന്നെ 4 അടി അടിച്ചേക്ക്. അയ്യോ അയ്യോ, ശാരികയെ നീ എന്താ ഈ കാണിക്കുന്നേ? തെറ്റാരാ ചെയ്യാത്തത്? എല്ലാവരും ചെയ്യും. സംഭവിച്ചത് സംഭവിച്ചു. എല്ലാം നമുക്ക് മറക്കാം. എല്ലാം മറന്ന് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാം മറന്ന് മുന്നോട്ട് പോവല്ല കുഞ്ഞമ്മേ, മുന്നോട്ടെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്ത് തമാശ നീ പറയുന്നത്? സിദ്ധാർത്ഥ്, ആദ്യ എപ്പോ വന്നു നിങ്ങള്? ഇപ്പഴാ വന്നതമ്മ. ഇരുന്നോളൂ ഇരുന്നോളൂ. ഐ എം സോറി കുഞ്ചേച്ച. ഇതങ്ങ് വയ്ക്കും മോളെ. സുഖമാണോ ചിറ്റപ്പ? ഓ, സുഖമായിട്ടിരിക്കുന്നു മോനെ. നവദമ്പതികൾക്കും സുഖമല്ലേ? ഓ, ഞങ്ങള് സുഖമായിരിക്കുന്നു. നല്ല സമയത്താണ് നിങ്ങൾ വന്നത്. ആരതി, ആ സ്വീറ്റ് ബോക്സിങ് എടുക്കും മോളെ. എന്താ
ബർത്ത്ഡേ നിനക്ക്? സ്വീറ്റ് എല്ലാം കൊണ്ടുവരണമെങ്കിൽ എന്തോ സ്പെഷ്യൽ ഉണ്ടല്ലോ. എന്താ വിശേഷം? വിശേഷം പിന്നീട് ചോദിക്കാം. നിക്ക്. അല്ല ചേട്ടാ, നമ്മൾ തന്നെ കാറ്ററിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. എത്രയായാലും ഒരു 10 കിലോ സ്വീറ്റ്സ് എങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ എന്തിനാ കടയിൽ നിന്ന് കാശ് കൊടുത്ത് സ്വീറ്റ്സ് വാങ്ങിച്ചേ? ഓ, പുറത്തുനിന്ന് ഒരു ബോക്സ് സ്വീറ്റ് വാങ്ങി ഒന്നും സംഭവിക്കാൻ പോണില്ല. അതിന് നഷ്ടം സംഭവിക്കാൻ നമ്മുടെ കാശൊന്നും ഇല്ലല്ലോ. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാം. അതിനാണ് സ്വീറ്റ് വാങ്ങിയത്. പിന്നെ ഈ ഒരു സന്തോഷത്തിന് വീട്ടിലുണ്ടാക്കുന്ന സ്വീറ്റ് മതിയാവില്ല. സ്പെഷ്യൽ ന്യൂസോ? എന്താന്ന് പറയാ? സ്പെഷ്യൽ ന്യൂസ് എന്താണെന്ന് വെച്ചാ, നാളെ നമ്മുടെ ആരതിയെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. ഇത് ചെറിയ സ്പെഷ്യൽ ഒന്നുമല്ലോ, വലിയ സ്പെഷ്യൽ ന്യൂസ് തന്നെയാണ്. ആരാ ചേട്ടാ പയ്യൻ? ഫോണിൽ കൂടി നിങ്ങൾക്കൊന്നും പറയാമായിരുന്നില്ലേ? അത് നമ്മുടെ അതിഥി കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. അതെ ചേട്ടാ, വെള്ളം പിന്നീട് കുടിക്കാം. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചൊന്ന് പറ വേഗം. സിദ്ധാർത്ഥ വീട്ടുകാരോട് സംസാരിച്ച് പറഞ്ഞതായിരിക്കോ? ഇന്ന് പറയുമോ അതോ നാളെ പറയുള്ളൂ? പറയാടോ, അതിനെത്ര വെപ്രാളപ്പെടുന്ന എന്തിനാ? അത് നമ്മുടെ വിനായകനെ അറിയില്ലേ? നമ്മുടെ വഴിയിലൂടെ എന്നും വരുന്ന ആ ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ആള്. അദ്ദേഹത്തിന്റെ മകൻ ഗൗതമിന് ആരതിയെ വിവാഹം ചെയ്തു തരുമെന്ന് ചോദിച്ചു. അയ്യോ, എന്തു നല്ല വാർത്തയാ നിങ്ങൾ കൊണ്ടുവന്നത്. അവരെപ്പോ വരുമെന്നാ? എന്താണെന്നറിയോ, എന്റെ ആരതിയുടെ സാരിയെല്ലാം കഴുകി പഴയതായി പോയി. നമുക്കൊരു പുതിയ പട്ടിസാരി വാങ്ങണം ചേട്ടാ. നീ ഒന്ന് സമാധാനപ്പെടും. ഒരുപാട് ആലോചിച്ച് BP കൂട്ടണ്ട. ഞാൻ എല്ലാ കാര്യവും അന്വേഷിച്ചു. ഗൗതമിനെ ഞാൻ കുറെ തവണ കണ്ടിട്ടുണ്ട്. അവൻ അവന്റെ അച്ഛനെ ആക്കാനായിട്ട് എല്ലാ ദിവസവും വരും. നല്ല പയ്യനാ. എന്താ പയ്യന്റെ ജോലി? ശമ്പളം എത്രയാ? അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഒന്നാന്തരം ജോലിയാ. അതിനനുസരിച്ച് നല്ല ശമ്പളം. അയ്യോ, എല്ലാം നിങ്ങളുടെ വാക്ക് പോലെ ആവട്ടെ. എനിക്ക് എത്ര സന്തോഷം തോന്നറിയോ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അമ്മ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. അമ്മയുടെ മുഖം കണ്ടാൽ തന്നെ എല്ലാ കാര്യവും മനസ്സിലാവും. അവസാനം എന്റെ അമ്മയുടെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്നു. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ? നവദമ്പതികൾ ആദ്യമായിട്ട് വീട്ടിൽ വന്നേക്കല്ലേ? ഇവർക്ക് ഏതായാലും നല്ലൊരു സദ്യ കൊടുത്തേ പറ്റൂ. അയ്യോ ചിറ്റപ്പ, അതൊന്നും വേണ്ട. ഹലോ, ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പറയുന്ന അങ്ങ് കേട്ടാ മതി. അതെ, ആരതി, അമ്മു, അതിഥി, അഞ്ജലി എല്ലാരും പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കിയേ. അതിന് നമ്മൾ അടുക്കള കയറാൻ പോകുന്നു. എല്ലാരും പെട്ടെന്ന് റെഡിയാക്കിയേ. വാ വാ വാ, വേഗം വാ ഇങ്ങോട്ട്. ഇത്ര അർജന്റ് ആയിട്ട് എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നിങ്ങളുടെ കല്യാണം അങ്ങനെ ഫിക്സ് ആയോ? പാർട്ടി തരാനാണോ? എന്താടോ, തനിക്ക് മാസം സാലറി വേണ്ടേ? എന്താ ബോസ് ഇത്? മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു കോമഡി പറഞ്ഞപ്പോ ഡയറക്റ്റ് ആയിട്ട് വയറ്റിലടിക്കാൻ നോക്കുന്നു. ശരി പറയ് ബോസ്. ഒരു നോട്ടീസ് കൊടുക്കണം. പോയിന്റ്സ് പറയാം, എഴുതിക്കോ. ഈ ക്യാബിനകത്തേക്ക് ഒരു കാരണവശാലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ബോസേ, ഈ കോഫി ഷോപ്പ് നമ്മുടേതല്ല. ഇത് നടത്തുന്നത് തന്നെ പെണ്ണുങ്ങൾ കാരണമാ. ഷട്ട് അപ്പ്. നോട്ടീസ് ഒട്ടിക്കേണ്ടത് ഇവിടെയല്ല, നമ്മുടെ ഓഫീസിലാ. ഓ, നമ്മുടെ ഓഫീസിലോ? ബോസ്, നമ്മുടെ ഓഫീസിലോ? ഓൾറെഡി നമ്മുടെ ഓഫീസിൽ ഒരു പെൺകുട്ടി പോലും ഇല്ല. പിന്നെ ആർക്കാണ് ഈ നോട്ടീസ്? അധിക പ്രസംഗം നടത്താതെ മിണ്ടാതിരുന്ന് എഴുതിയാ മതി. സ്ത്രീകൾ ഓഫീസിലേക്ക് വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടുവരേണ്ടതാണ്. എഴുതിയെടുക്കണോ? ഒരുപക്ഷെ കൊണ്ടുവരുന്ന വസ്തുക്കൾ അവിടെ ഇട്ടിട്ട് പോയാൽ അതൊന്നും തിരിച്ചു നൽകുന്നതല്ല. എഴുതിയെടുക്കണോ? സ്ത്രീകൾ അനാവശ്യമായി സംസാരിച്ച് വെറുതെ സമയം പാഴാക്കാൻ പാടില്ല. എന്തൊക്കെ ഫോളോ ചെയ്താലും ലേഡീസ് ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല. അവരുടെ സംസാരമാണ് അവരെ എങ്ങനെ ഫേമസ് ആക്കുന്നത്.
ബോസ്, നമ്മുടെ ഓഫീസിൽ ഇത്രയൊക്കെ റൂൾസ് ഉള്ള നോട്ടീസിന്റെ ആവശ്യമുണ്ടോ ബോസെ? സ്ത്രീകളെ ഇല്ലാത്ത ഓഫീസിൽ സ്ത്രീകൾക്കുള്ള റൂൾസ് എഴുതി വെറുതെ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കണോ ബോസെ? കാരണമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്റെ സമയം ഇത്ര നേരം പാഴാക്കുവോ? അപ്പൊ ബോസെ, നമ്മുടെ ഓഫീസിൽ സ്ത്രീകൾ വരുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി യെസ്. അത് സിദ്ധാർത്ഥന്റെ കമ്പനിയിലേക്കാ. എടോ പിയെ, ഹലോ. ഒന്നുമില്ല ബോസെ, സ്വർഗം ഇങ്ങനെ കൺമുന്നിൽ കൊടുന്ന് മിന്നി മാഞ്ഞു. ബോസെ, നിങ്ങള് കോമഡി പറയല്ലോ അല്ലേ? കോമഡി പറയാൻ ഞാൻ എന്താ താനാണോ? നിങ്ങള് നിങ്ങളായിരിക്കൂ, ഞാനായിരിക്കാം. എന്തായാലും നിങ്ങളുടെ മനസ്സ് മാറ്റാതിരുന്നാ മതി. ആദ്യം ഈ നോട്ടീസ് ഓഫീസിലെല്ലാം ഒന്ന് ഒട്ടിക്കട്ടെ ഞാൻ. ഇത് ഞാൻ പൊളിക്കും. ചേട്ടാ, ഹണിമൂൺ എങ്ങോട്ട് പോകാനാ പ്ലാൻ? സ്വിറ്റ്സർലൻഡ് ആണോ ന്യൂസിലൻഡ് ആണോ? ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. ഞാൻ ഓർഗാനിക്സ് എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈമേ ഇല്ല. ഓ മതി, ഒന്ന് നിർത്തടി. ചേട്ടാ, പുതിയ കമ്പനി അടിപൊളിയായിട്ട് വരട്ടെ. താങ്ക് യു. അമൂല്യ, ഒന്ന് നീ ഇങ്ങോട്ട് വന്നേ. കഴുകിയ പാത്രം തന്നെ എത്ര തവണ കഴുകും? എല്ലാ പാത്രങ്ങളും കഴുകി കഴിഞ്ഞു, ഫുൾ ക്ലീൻ ആയി. ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ ഏതോ കമ്പനിക്ക് ഇന്റർവ്യൂവിന് പോയിന്ന് പറഞ്ഞില്ലേ? ബട്ട് റിസൾട്ട് എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഓ, അതെന്ത് പറയാനാ ചേട്ടത്തി. ഓൾമോസ്റ്റ് എനിക്ക് ജോലി കിട്ടിയതാ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആ കൊരങ്ങൻ കേറി ഇടപെട്ട് എനിക്ക് ആ ജോലി നഷ്ടായി. എന്ത് കൊരങ്ങനോ? അതൊന്നും ഇല്ല ചേട്ടത്തി. ഇപ്പൊ എന്തിനാ അതിനെ പറ്റിയൊക്കെ പറയുന്നത്? അമ്മു, നമ്മുടെ കമ്പനിയിൽ അഡ്മിൻ പോസ്റ്റിനും മാനേജർ പോസ്റ്റിനും വേക്കൻസി കിടപ്പുണ്ട്. നിനക്കൊന്ന് അപ്ലൈ ചെയ്തൂടെ? പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ.